എനിക്ക് എന്നാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനാവുക? ഇതിപ്പോ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം ഭേദമാവുന്ന ഡോക്ടർ പറഞ്ഞേ. വെറുതെ പറയുന്നത്. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് എന്റെ മകന്റെ ഭാര്യയുണ്ട്, പിന്നെ എനിക്കൊരു ഭർത്താവുണ്ട്. അവരെ നോക്കിക്കോളും. സത്യാമേ, ഞാനപ്പോ സത്യാമ്മയുടെ ആരുമല്ലേ? അല്ല, ആരുമല്ല. വെറും ഒരു ജോലിക്കാരൻ മാത്രം. തരുന്ന ശമ്പളത്തിനുള്ള കൂറ് മാത്രം നീ കാണിച്ചാ മതി. അതിനപ്പുറത്തേക്ക് ഒരു സ്നേഹവും ആത്മാർത്ഥതയും നീ ഇവിടെ കാണിക്കണമെന്നില്ല. സത്യാമേ, നീ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലായല്ലോടാ. എന്ത് ചാടിത്തുള്ളിയുള്ള വരവായിരുന്നു. മല പോലെ വന്നത് എലി പോലെ പോയെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിലും കഷ്ടമായല്ലോടാ. സ്നേഹം കാണിക്കാൻ വന്നിരിക്കുന്ന ഒരുത്തൻ നിന്റെ ഈ സ്നേഹവും ആത്മാർത്ഥതയും വീട്ടിൽ കൊണ്ടുചെന്നിട്ട് ഏതെങ്കിലും തട്ടുമ്പുറത്തിട്ടിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കടാ. ചേടാ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഇനിയും നീ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഇവിടിട്ട് ചവിട്ടി കൂട്ടും ഞങ്ങള്. യഥാർത്ഥ ഇടിമുറി എന്താണെന്ന് നിന്നെ ഞങ്ങള് കാണിക്കും. കാണിക്കടാ, കാണിക്കണമെന്നാ. ശിവ, ശിവ, വെറുതെ ഇവിടെ കിടന്ന് പോലീസുകാരോട്ട് വഴക്കിടാൻ നിൽക്കാതെ നീ വീട്ടിൽ പോകുന്ന നോക്കടാ. ഞാൻ പോവാൻ സത്യാമ്മേ. സത്യാമ്മ കാണാൻ പറ്റിയല്ലോ. ദേഷ്യത്തിലാണെങ്കിലും സത്യാമ്മ എന്നോട് സംസാരിച്ചല്ലോ. അമ്മമാര് മക്കളെ വഴക്കു പറയും, ശകാരിക്കും, ദേഷ്യപ്പെടും. ചിലപ്പോ കൈ കിട്ടുന്ന വെച്ച് അടിക്കും. അതൊക്കെ മനസ്സിൽ തട്ടി ചെയ്യുന്നതല്ലോ, മക്കള് നന്നാവാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇത് ഞാൻ അങ്ങനെ തന്നെ കരുതിക്കോളാം. ഇവിടെ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ ഒരു വരവ് കൂടെ ഞാൻ വരേണ്ടി വരും. നീ അത് താങ്ങത്തില്ല. പറഞ്ഞു വിട്ടത് നന്നായി. അല്ലെങ്കിൽ അടുത്ത ലോകകപ്പിൽ ഇപ്പൊ അവനും ഉണ്ടായിരുന്നേനെ. ഈശ്വര, എന്തൊരു വിധിയാ ഇത്. പാവം, എന്നെ സഹായിക്കാൻ വന്നതാ. പറയുമ്പോ മരുന്നിൽ എഴുതുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണാവോ എന്തോ. കയ്യിലെ കാശ് കുറയുന്നല്ലാതെ രോഗമിട്ട് കുറയുന്നില്ല. എന്താ ഏട്ടാ, വല്ലതും പറഞ്ഞായിരുന്നോ? ഈശ്വരനെ വിളിച്ചൊന്ന് പരിഭവം പറഞ്ഞതാ മോനെ. അത് നല്ല ഏട്ടാ. എന്നാ ശരി. എന്താ അച്ഛാ, എന്താ ഉണ്ടായത്? മോളു, പ്രഷർ കൂടിയതാ. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്നാ മാറ്റം ഉണ്ടായത്. അപ്പൊ തന്നെ ഡോക്ടർ നഴ്സൊക്കെ വന്നു. ശാരികേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടച്ചാ. അത് ചേച്ചിയിൽ നിന്നും വിട്ടകലാതെ ഇതിനൊന്നും ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലച്ചാ. കഷ്ടകാല സമയത്ത് ദുരിതങ്ങൾക്ക് ഒരു കുറവുണ്ടാവില്ല എന്ന് പറയാം. എത്രയോ ശരിയാണ്. ഇല്ലെങ്കിൽ എങ്ങനെ കഴിയേണ്ടവളാ. ആ രാജീവ് എന്ന് പറയുന്നവനൊന്ന് വിളിച്ചു ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. പഠിപ്പും വിവരവും കൂടിപ്പോയാലും കുഴപ്പ. ഇനിയിപ്പോ ആ കാര്യമൊന്നും നോക്കണ്ടച്ചാ. അടഞ്ഞ അധ്യായമല്ലേ, അതിനെ തുറക്കണ്ടെന്ന് അവരും തീരുമാനിച്ചു കാണും.
വിജയലക്ഷ്മി ചേച്ചി സംസാരിച്ചതും അവരുടെ കുട്ടിയല്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ. പിന്നെന്താ, ഈ കുഞ്ഞ് മാനത്തൊന്ന് പൊട്ടി മുളച്ചതാണോ? അവനെ ചീത്തയാക്കിയതും അവന്റെ കുടുംബം തകർത്തതും ആ ഒരൊറ്റ സ്ത്രീയാ. കൂടെ ആ മഴക്കൊന്നൊരാങ്ങളെയും എല്ലാം കൊണ്ട് ചേരും. എപ്പോ എത്തി? ഞാൻ വന്നേയുള്ളൂ. അച്ഛനെ കണ്ട് സംസാരിച്ചങ്ങനെ നിന്നതാ. പഠിച്ചു നടന്ന സമയത്തെ ഫ്രണ്ട്സിനൊപ്പം വന്ന് കുടുംബശ്രീന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാ. ശാലിനിക്കറിയാലോ അതെല്ലാം. കുടുംബശ്രീയിലെ ശാരദാമ്മയുടെ ഫുഡിന്റെ മേന്മ ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീനിൽ വരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ ചികിത്സയിൽ കഴിയുന്ന ശാരികയും അവളുടെ അമ്മയെ പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ മിടിക്കുകയായിരുന്നു. ഇവിടെ ദൈവം അവൾക്ക് വിധിച്ചത് ഈ ഒരു അവസ്ഥയിൽ കിടക്കാനായിരിക്കും. അതൊക്കെ മാറും. അതിനാണല്ലോ ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ ഉള്ളത്. ശാരികയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. കുറച്ചു ദിവസം ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും. കുഞ്ഞിനെ എടുക്കാനോ പരിചരിക്കാനോ പിന്നെ അതുപോലെ പാല് കൊടുക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. മോള് എന്റെ കൂടെ ഉള്ളത്. അതാണ് നല്ലത്. കൂടുതൽ സ്ട്രെയിൻ വരുന്നില്ലല്ലോ. ശരീരത്തിന് അനക്കം തട്ടാതെ കുറച്ചു ദിവസം കിടക്കട്ടെ. കൂടുതൽ ശാരികയെ സംസാരിക്കാനോ അനുവദിക്കണ്ട. പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട. ഏത് മരുന്നും ഫലിക്കണമെങ്കിൽ അത് സ്വീകരിക്കുന്ന ആളിന്റെ മനസ്സും ശരീരവും അതിന് തയ്യാറാകണം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ. എനിക്ക് റൗണ്ട്സിന് പോകാൻ നേരമായി. ശരിയെന്നാ. ഞാനൊന്ന് ശാരികേച്ചിയെ കാണട്ടെ. ദേ, ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശാരികേച്ചി, ചേച്ചി കരയാണോ? പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് എന്നാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനാവുക? ഇതിപ്പോ ഒരാഴ്ചക്കുള്ളില് എല്ലാം ഭേദമാവുന്ന ഡോക്ടർ പറഞ്ഞേ. വെറുതെ പറയുന്നത്. എനിക്കറിയാം ഈ കിടക്കയിൽ തന്നെ ഞാൻ കിടക്കേണ്ടി വരുമെന്ന്. കുറെ കഴിയുമ്പോ ഈ ശരീരം പൊട്ടി ഒലിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെ സ്വന്തക്കാരും ബന്ധം പറഞ്ഞു വരുന്നവരൊക്കെ അകലും. ചേച്ചി, ഒടുവിൽ ഞാൻ ഏതെങ്കിലും ഒരു മുറിക്കുള്ളിൽ ഒറ്റപ്പെടും. അവിടം കൊണ്ട് ഞാനങ്ങ് ഒടുങ്ങും. എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നേ? ഡോക്ടർ ദേ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുതെന്ന്. എന്റെ ശരീരത്തിൽ തനിയെ ചലിപ്പിക്കാൻ പറ്റുന്നത് എന്റെ നാവ് മാത്രം. അതും കൂടി തടസ്സപ്പെടുത്തുകയാണോ? ചേച്ചി ദേ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെക്കണ്ട.